ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PYQ ഡിസ്കഷൻ്റെ 5ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോമൺ പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവൽ സ്റ്റേജ് 1 ആണ്. കാറ്റഗറി നമ്പർ 038/2024. ഈ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസ് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത്? ഓപ്ഷൻ നോക്കാം. ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പിലാക്കൽ, നിയുക്ത നിയമനിർമ്മാണം, ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക, സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുക. ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. കാരണം അത്യാവശ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ടോപ്പിക്ക് നോക്കിയേക്കണതാണെങ്കിൽ, അതായത് കേരള ഭരണം ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്കിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇത് അത്യാവശ്യം നമ്മൾ നോക്കിയതാണെങ്കിൽ ഇതിൽ നിന്ന് ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. ബാക്കി 3 സിവിൽ സർവീസിന്റെ പ്രവർത്തന മേഖലയിൽ പെട്ടതാണ്. അതായത് ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പിലാക്കൽ എന്ന് പറയുന്നത് സിവിൽ സർവീസിന്റെ പ്രവർത്തന മേഖലയാണ്. നിയുക്ത നിയമനിർമ്മാണം എന്ന് പറയുന്നതും സിവിൽ സർവീസിന്റെ പ്രവർത്തന മേഖലയാണ്. അതേപോലെ തന്നെ സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുക, ഇതും എന്ത് തന്നെയാണ്? സിവിൽ സർവീസിന്റെ പ്രവർത്തന മേഖലയിൽ പെട്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് സിവിൽ സർവീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും, ഇവരെല്ലാം കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസിനെ നമുക്ക് പ്രധാനമായിട്ടും 3 തരംതിരിക്കാം. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? 3 തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെയാണ് അഖിലേന്ത്യാ സിവിൽ സർവീസുകൾ, അതായത് ഓൾ ഇന്ത്യ സർവീസ് ആണ് ആദ്യത്തെ. രണ്ടാമത്തെ കേന്ദ്ര സിവിൽ സർവീസുകൾ, സെൻട്രൽ സർവീസ് ആണ് രണ്ടാമത്തത്. മൂന്നാമത്തതാണ് സംസ്ഥാന സിവിൽ സർവീസുകൾ, അതായത് സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസിനെ നമുക്ക് പ്രധാനമായിട്ടും 3 തരംതിരിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് ഒന്നാമത്തെയാണ് അഖിലേന്ത്യാ സിവിൽ സർവീസ്, രണ്ടാമത്തെ കേന്ദ്ര സിവിൽ സർവീസ്, മൂന്നാമത്തെ സംസ്ഥാന സിവിൽ സർവീസ്. ഇനി കേന്ദ്ര സർക്കാരുകൾക്ക് പൊതുവായ സർവീസാണ് അഖിലേന്ത്യാ സർവീസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പൊതുവായിട്ടുള്ള സർവീസാണ് ഏതെന്ന് പറയുന്നത്? അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത്. ഈ അഖിലേന്ത്യാ സർവീസിനെ നമുക്ക് വീണ്ടും എത്രയായിട്ട് തരംതിരിക്കാം? 3 തരംതിരിക്കാം. അപ്പോൾ നിലവിൽ 3 അഖിലേന്ത്യാ സർവീസുകളാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ഒന്നാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് IAS എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ് എന്തെന്ന് പറയുന്നത്? അഖിലേന്ത്യാ സർവീസുകളിൽ ആദ്യത്തെ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഇന്ത്യൻ പോലീസ് സർവീസ്, അതായത് IPS. അടുത്തതാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, IFS. ഓക്കെ, അപ്പോൾ നിലവിൽ 3 അഖിലേന്ത്യാ സർവീസുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് IAS, രണ്ടാമത്തെയാണ് IPS, മൂന്നാമത്തെയാണ് IFS. ഇനി ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാക്കി മാറ്റിയത് ഏതു വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് 1947 അപ്പോൾ 1947 മുന്നേ വരെയും അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അത് പിന്നീട് എന്തായി മാറ്റി? 1947 ശേഷം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന പേരിലേക്ക് മാറ്റി എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് ICS എന്ന് പറയുന്നത് IAS ആയത് എന്നാണ് എന്ന് ചോദിച്ചാൽ
1947 IAS എന്ന പേരിലേക്ക്, അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന പേരിലേക്ക് മാറിയത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. എപ്പോഴും PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സിവിൽ സർവീസിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയിലെ ഭാഗം അല്ലെങ്കിൽ പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പാർട്ട് 14 സിവിൽ സർവീസിനെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗമാണ് 14 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ് ലെവൽ ആയിട്ടുള്ള ചോദ്യമാണ്. തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ എക്സാം എഴുതിയിട്ട് പോലും കാര്യമില്ല. അപ്പോൾ ഓർത്തു വച്ചോ, സിവിൽ സർവീസിനെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭാഗം 14. ഇനി സിവിൽ സർവീസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ്, അനുച്ഛേദം, ആർട്ടിക്കിൾ ഇത് ഏതാണെന്ന് ചോദിച്ചാൽ അത് 308 മുതൽ 314 വരെയുള്ള അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ അല്ലെങ്കിൽ വകുപ്പിലാണ് സിവിൽ സർവീസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ സിവിൽ സർവീസിനെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ 14. സിവിൽ സർവീസുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? 308 മുതൽ 314 വരെയാണുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ട് നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കണം. ഞാൻ ഒന്നുകൂടി പറയാം, കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. സിവിൽ സർവീസുകളെ 3 തരംതിരിക്കാം. 1 അഖിലേന്ത്യാ സിവിൽ സർവീസ്, 2 കേന്ദ്ര സിവിൽ സർവീസ്, 3 സംസ്ഥാന സിവിൽ സർവീസ്. ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പൊതുവായ സർവീസാണ് അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത്. നിലവിൽ അഖിലേന്ത്യാ സർവീസുകൾ 3 എണ്ണമാണുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള IAS, രണ്ടാമത്തെ IPS, മൂന്നാമത്തെ IFS. ഇനി ഇന്ത്യൻ സിവിൽ സർവീസ് എന്നുള്ളത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാക്കി മാറ്റിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് 1947 ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി സിവിൽ സർവീസിനെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് 14 ഓർത്തു വയ്ക്കുക. സിവിൽ സർവീസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ചോദിച്ചു കഴിഞ്ഞാൽ 308 മുതൽ 314 വരെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനെ കുറിച്ചൊന്ന് നോക്കാം. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1966 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് IFS ആരംഭിച്ചത്. 1963 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്, ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയർ എന്നീ 3 പുതിയ ഓൾ ഇന്ത്യ സർവീസുകൾ വ്യവസ്ഥ ചെയ്തുവെങ്കിലും 1966 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് മാത്രമാണ് നിലവിൽ വന്നുള്ളൂ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ 1963 3 അഖിലേന്ത്യാ സർവീസുകളെ കുറിച്ച് പറഞ്ഞെങ്കിലും അതിൽ നിലവിൽ വന്നത് 1966 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് മാത്രമാണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക മക്കളെ. അപ്പോൾ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആരംഭിച്ച വർഷം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1966 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആരംഭിച്ചത്. 1951 ഓൾ ഇന്ത്യ സർവീസ് ആക്ട് പ്രകാരം അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങളുടെ നിയമനവും സേവന വ്യവസ്ഥകളും സംസ്ഥാന ഗവൺമെന്റുകളുമായി കൂടിയാലോചിച്ച് കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതും പരിശീലനം നൽകുന്നതും കേന്ദ്ര ഗവൺമെന്റ് ആണ്. എന്നിരുന്നാലും ഇവരുടെ നിയമനം സംസ്ഥാന കേഡറിന് കീഴിലായിരിക്കും എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ അഖിലേന്ത്യാ സർവീസിലുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതും പരിശീലനം നൽകുന്നതും എല്ലാം ആരാണ്? സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആണ്. എന്നിരുന്നാലും ഇവരുടെ നിയമനം സംസ്ഥാന കേഡറിന് കീഴിലായിരിക്കും. കേന്ദ്ര ഗവൺമെന്റിനു കീഴിൽ പ്രത്യേക കേഡർ ഇല്ലാത്തതിനാൽ അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങൾ ഡെപ്യൂട്ടേഷനിൽ കേന്ദ്ര ഗവൺമെന്റിന് സേവനം നൽകുകയും കാലാവധി കഴിയുമ്പോൾ അതാത് കേഡറിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്യുന്നു. അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥകൾ നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥകൾ നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ
മക്കളെ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 312 ആണ് അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. അഖിലേന്ത്യാ സർവീസിന്റെ അംഗങ്ങൾക്ക് ശമ്പളവും പെൻഷനും നൽകുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അപ്പോൾ അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങൾക്ക് ശമ്പളവും പെൻഷനും നൽകുന്നത് സംസ്ഥാന ഗവൺമെന്റ്. അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാര പരിധിയിൽ വരുന്ന ഉദ്യോഗസ്ഥ സമൂഹം ഉൾപ്പെടുന്നതാണ് കേന്ദ്ര സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർവീസ് എന്ന് പറയുന്നത് എന്താ? കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം അധികാര പരിധിയിൽ വരുന്ന ഉദ്യോഗസ്ഥ സമൂഹം ഉൾപ്പെടുന്നതാണ് കേന്ദ്ര സർവീസ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് കേന്ദ്ര സർവീസുകളെ നമുക്ക് 4ആയിട്ട് തരംതിരിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് 1947 മുമ്പ് കേന്ദ്ര സർവീസുകളെ നമുക്ക് 4ആയിട്ടാണ് തരംതിരിച്ചിരുന്നത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാറ്റഗറിയാണ് ക്ലാസ് 1 എന്ന് പറയുന്നത്, 2 ക്ലാസ് 2, 3 സബോർഡിനേറ്റ്, 4 ഇൻഫീരിയർ എന്ന്. അങ്ങനെ 4 എണ്ണമായിട്ടാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് കേന്ദ്ര സർവീസുകളെ തിരിച്ചിരുന്നത്. എത്രയായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് 1, ക്ലാസ് 2, സബോർഡിനേറ്റ്, ഇൻഫീരിയർ. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെടാത്തത്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് കേന്ദ്ര സർവീസുകളെ 4ആയി തിരിച്ചപ്പോൾ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ ക്ലാസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷനിൽ ക്ലാസ് 3 കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? തെറ്റായിട്ടുള്ള ഒരു ഉത്തരമാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് 1, ക്ലാസ് 2, സബോർഡിനേറ്റ്, ഇൻഫീരിയർ, ഇങ്ങനെ 4ആയിട്ടാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് കേന്ദ്ര സർവീസുകളെ തിരിച്ചത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. സ്വാതന്ത്ര്യത്തിനു ശേഷം സബോർഡിനേറ്റ്, ഇൻഫീരിയർ, അതായത് ഈ പറയുന്ന 3ഉം 4ഉം കാറ്റഗറി സർവീസുകളെ ക്ലാസ് 3, ക്ലാസ് 4 സർവീസുകൾ എന്ന പേരിലാണ് പിന്നീട് ഇത് നിലവിൽ വന്നത്. അപ്പോൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4, അങ്ങനെ ക്ലാസ് 4 1:4 എന്ന് പറയുന്ന രീതിയിലേക്ക് തിരിച്ചത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപാണ് ക്ലാസ് 1, ക്ലാസ് 2, സബോർഡിനേറ്റ്, ഇൻഫീരിയർ എന്ന പേരിൽ തിരിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഞാനിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കാരണം ഈ ഒരു ടോപ്പിക്ക് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് പറഞ്ഞെങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് മനസ്സിലേക്ക് സെറ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് ക്ലാസ് 1, 2 സബോർഡിനേറ്റ്, ഇൻഫീരിയർ, സ്വാതന്ത്ര്യത്തിന് ശേഷം ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എന്നീ കാറ്റഗറി ആയിട്ടാണ് തിരിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. കേന്ദ്ര സർവീസുകൾക്ക് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്നിങ്ങനെ അറിയപ്പെടുന്നതിന് പകരമായിട്ട് കേന്ദ്ര സർവീസിൽ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്നിങ്ങനെയാണ് മാറ്റിയത്. ഓക്കെ, അപ്പോൾ 1947 കേന്ദ്ര സർവീസുകളിൽ ക്ലാസ് 1, ക്ലാസ് 2, 3 എന്നിങ്ങനെ അറിയപ്പെടുന്നതിന് പകരമായി എന്ത് ചെയ്തു? ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്നാക്കി മാറ്റി. നിലവിൽ ഗ്രൂപ്പ് എ കേന്ദ്ര സർവീസുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 62 ആണ്. നിലവിൽ ഗ്രൂപ്പ് എ കേന്ദ്ര സർവീസുകളുടെ എണ്ണം 62. കേന്ദ്ര സർവീസുകളിൽ ഏറ്റവും ഉയർന്ന പദവിയും ശമ്പളവും ലഭിക്കുന്നത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്. IFS കാർക്കാണ് കേന്ദ്ര സർവീസുകളിൽ ഏറ്റവും ഉയർന്ന പദവിയും ശമ്പളവും ലഭിക്കുന്നത് IFS ആണ്. കേന്ദ്ര സർവീസുകളിലേക്കും അഖിലേന്ത്യാ സർവീസുകളിലേക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് UPSC ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ കേന്ദ്ര സർവീസുകളിലേക്കും അഖിലേന്ത്യാ സർവീസുകളിലേക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് UPSC ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. സംസ്ഥാന സർവീസുകളിലേക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഓക്കെ, അപ്പോൾ സംസ്ഥാനങ്ങളിലേക്കാണെങ്കിൽ അത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനും കേന്ദ്ര സർവീസുകളിലേക്കാണെങ്കിൽ തെരഞ്ഞെടുക്കുന്നത് UPSC ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ബേസ് ലെവൽ ചോദ്യമാണ്. ഒത്തിരി തവണ ഈ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നതുമാണ് മക്കളെ, ഓർത്തു വയ്ക്കുക, മറന്നു പോകരുത്. ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഒക്ടോബർ 31 അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളതും ഒന്ന് ഓർത്തു വച്ചേക്കുക, ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ്
എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലും. എന്നാൽ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് കോൺവാലിസ് പ്രഭു ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. അപ്പോൾ ഇത് എപ്പോഴും മാറിപ്പോവും. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇത് രണ്ടും എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ബേസ് ലെവൽ ചോദ്യമാണ്. LGS മുതൽ ഡിഗ്രി ലെവൽ എക്സാംസിന് വരെയും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒറ്റ വാക്കിലുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട കേന്ദ്ര സർവീസുകൾ ഏതൊക്കെയാണെന്നുള്ളത്. പ്രധാനപ്പെട്ട കേന്ദ്ര സർവീസുകളാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ സർവീസ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസ്, സെൻട്രൽ എഞ്ചിനീയറിംഗ് സർവീസ്, സെൻട്രൽ ഇൻഫർമേഷൻ സർവീസ്, സെൻട്രൽ ലീഗൽ സർവീസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, റെയിൽവേ പേഴ്സണൽ സർവീസ്, ഓവർസീസ് കമ്മ്യൂണിക്കേഷൻ സർവീസ്. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കേന്ദ്ര സർവീസുകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം: ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ സർവീസ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസ്, സെൻട്രൽ എഞ്ചിനീയറിംഗ് സർവീസ്, സെൻട്രൽ ഇൻഫർമേഷൻ സർവീസ്, സെൻട്രൽ ലീഗൽ സർവീസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, റെയിൽവേ പേഴ്സണൽ സർവീസ്, ഓവർസീസ് കമ്മ്യൂണിക്കേഷൻ സർവീസ്. ഇനി പ്രധാനപ്പെട്ട സംസ്ഥാന സർവീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതാണ് സിവിൽ സർവീസ്, പോലീസ് സർവീസ്, മെഡിക്കൽ സർവീസ്, അഗ്രികൾച്ചർ സർവീസ്, ഫോറസ്റ്റ് സർവീസ്, പബ്ലിക് ഹെൽത്ത് സർവീസ്, എഡ്യൂക്കേഷൻ സർവീസ്, ജയിൽ സർവീസ്, സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, രജിസ്ട്രേഷൻ സർവീസ്, ടാക്സ് സർവീസ്, ഓപ്പറേറ്റീവ് സർവീസ്. ഇത്രയാണ് ഏതിൽ വരുന്നത് പ്രധാന സംസ്ഥാന സർവീസുകളിൽ പെടുന്നത്. ഈ സർവീസുകളുടെയൊക്കെ പേരിന് മുന്നിൽ അതാത് സംസ്ഥാനങ്ങളുടെ പേരും ചേർക്കും. അങ്ങനെയാണ് ഏതെന്ന് പറയുന്നത് പ്രധാന സംസ്ഥാന സർവീസുകൾ വരുന്നത്. അപ്പോൾ കേരള സിവിൽ സർവീസ്, കേരള പോലീസ് സർവീസ്. അപ്പോൾ ഏതൊരു സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ആ സ്റ്റേറ്റിന്റെ പേര് കൂടി ഇതിന്റെ മുന്നിൽ ചേർത്ത് കഴിയുമ്പോൾ ആ അതാത് സംസ്ഥാനങ്ങളിലെ സർവീസുകളായിട്ട് അത് മാറുന്നതുമാണ്. ഓക്കെ, ഇനി കേന്ദ്ര സർവീസുകളെ പോലെ സംസ്ഥാന സർവീസുകളെയും ക്ലാസ് 1, ക്ലാസ് 4 വരെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി ക്ലാസ് 1 എന്ന് പറയുന്നത് ഗ്രൂപ്പ് എ ആണ്. ക്ലാസ് 1 ഗ്രൂപ്പ് എ. ക്ലാസ് 2 എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബി ആണ്. സർവീസുകൾ ഗസറ്റഡ് പദവിയായിരിക്കും ഈ പറയുന്ന ക്ലാസ് 2. അതായത് ഗ്രൂപ്പ് ബി കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ഏതെന്ന് പറയുന്നത് ഗസറ്റഡ് സർവീസുകളിൽ പെടുന്ന ആളുകളാണ് ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് IFS എന്നിവയിലെ സീനിയർ പദവികളിലെ നിയമനം 33.1% അധികമാകാതെ സംസ്ഥാന സർവീസുകളിൽ നിന്നും പ്രമോഷനുകളിലൂടെ നടത്തണമെന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് 1951 ഓൾ ഇന്ത്യ സർവീസ് ആക്ട് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട പ്രധാന ഭരണഘടനാ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 309 ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ നിയമനവും സേവന വ്യവസ്ഥകളെയും കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് 309. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 309 എന്താണ്? സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ നിയമനവും സേവന വ്യവസ്ഥകളും. ആർട്ടിക്കിൾ 310 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കാലാവധിയെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 310. ആർട്ടിക്കിൾ 311 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ആർട്ടിക്കിൾ 311 വഴിയാണ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നു. ആർട്ടിക്കിൾ 312 ഒത്തിരി തവണ PSC ചോദിച്ച മറ്റൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 312. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 312. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ A to Z കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്
കേരള ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ ഇതിനോടനുബന്ധിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് സെറ്റായിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 22ാമത്തെ അടുത്ത ചോദ്യമാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതുവരെയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. വിഷൻ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ വിഷൻ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഓക്കെ, അപ്പോൾ നോക്കിയേ, പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്തെത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക, സൗജന്യ സേവനങ്ങൾ. ആകെ 3 സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് NEGPയെ സംബന്ധിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ശരിയായിട്ടുള്ളത് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും തെറ്റായിട്ടുള്ളത് ഉള്ളത് നോക്കുകയാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നിലവിൽ എന്താണ് 1ഉം 2ഉം മാത്രമാണ് നിലവിൽ ശരിയായിട്ടുള്ളത്. അതായത് പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്തെത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഘടകം, അല്ലെങ്കിൽ കാരണം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി NEGPയുടെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചാൽ നാഷണൽ ഗവേണൻസ് പ്ലാൻ എന്നതാണ് NEGPയുടെ പൂർണ്ണ രൂപം. വേണമെങ്കിൽ ചോദിക്കാം, ഇപ്പോൾ ഫുൾ ഫോം ഒക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ NEGPയുടെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ എന്താണ്? നാഷണൽ ഗവേണൻസ് പ്ലാൻ ആണ് NEGP എന്ന് പറയുന്നത്. നാഷണൽ ഗവേണൻസ് പ്ലാൻ ആണ് NEGPയുടെ പൂർണ്ണ രൂപം. NEGPയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി എല്ലാ സർക്കാർ സേവനങ്ങളും അവരുടെ പ്രദേശത്തെ പൊതുസേവന വിതരണം, അതായത് ഔട്ട്ലെറ്റ് വഴി പ്രാപ്യമാക്കുക എന്നുള്ളതാണ് NEGPയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി എല്ലാ സർക്കാർ സേവനങ്ങളും അവരുടെ പ്രദേശത്തെ പൊതുസേവന വിതരണം ഔട്ട്ലെറ്റ് വഴി പ്രാപ്യമാക്കുക. അതേപോലെ തന്നെ സേവനങ്ങളും കാര്യക്ഷമവും സുതാര്യതയും വിശ്വസ്തതയും മിതമായ നിരക്കിൽ ഉറപ്പാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സൗജന്യമല്ല എന്ന് പറയുന്ന ഈ ഒരു പ്രസ്താവന തെറ്റാണ് എന്ന് പറയുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, മിതമായ രീതിയിൽ എന്തെങ്കിലും ഒരു ഈ പറയുന്ന ഫീസ് അവിടെ വരുന്നുണ്ട്. അടുത്തത് 27 മിഷൻ മോഡ് പ്രോജക്റ്റുകളും MMP 8 ഘടകങ്ങളും അടങ്ങുന്ന നാഷണൽ ഗവേണൻസ് പ്ലാനിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയത് 2006 മെയ് 18-നാണ്. അപ്പോൾ 27 മിഷൻ മോഡ് പ്രോജക്റ്റുകൾ, അതാണ് MMP എന്ന് പറയുന്നത്. 8 ഘടകങ്ങൾ, അതായത് 8 കമ്പോണൻസും അടങ്ങുന്ന നാഷണൽ ഗവേണൻസ് പ്ലാനിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്നാണ്? 2006 മെയ് 18-നാണ്. നാഷണൽ ഗവേണൻസ് സമഗ്രമായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളാണ് സ്റ്റേറ്റ് ഡാറ്റ സെന്ററുകൾ, SDCS എന്ന് പറയുന്നത്, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കുകൾ, SWAN എന്ന് പറയുന്നത്, കോമൺ സർവീസ് സെന്ററുകൾ, CSCS, അടുത്തത് മിഡിൽ വെയർ ഗേറ്റുകൾ. ഓക്കെ, മിഡിൽ വെയർ ഗേറ്റുകൾ. ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, നാഷണൽ ഗവേണൻസ് സമഗ്രമായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളാണ് സ്റ്റേറ്റ് ഡാറ്റ സെന്ററുകൾ, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കുകൾ, കോമൺ സർവീസ് സെന്ററുകൾ, മിഡിൽ വെയർ ഗേറ്റുകൾ എന്ന് പറയുന്നത്. വിവിധ സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ആശയവിനിമയ വിടവ് കുറയ്ക്കുന്നതിനും പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിനുമായി ആരംഭിച്ച ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമാണ് പ്രകൃതി 2.0. ഓർത്തുവച്ചോ, പ്രകൃതി 2.0 ആണ് വിവിധ സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ആശയവിനിമയ വിടവ് കുറയ്ക്കുന്നതിനും പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിനുമായി ആരംഭിച്ച ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമാണ് പ്രകൃതി 2.0. പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ എന്നതാണ് പ്രഗതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 2015 ജൂലൈ 1-നാണ് കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ആരംഭിച്ചത്. ബാങ്കിംഗ്, ലാൻഡ് റെക്കോർഡുകൾ, വാണിജ്യ നികുതികൾ മുതലായവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന
നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിലെ ഒരു വ്യക്തിഗത പദ്ധതിയാണ് മിഷൻ മോഡ് പ്രൊജക്റ്റ്, അതായത് MMP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്കിങ്, ലാൻഡ് റെക്കോർഡുകൾ, വാണിജ്യ നികുതികൾ മുതലായവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിലെ ഒരു വ്യക്തിഗത പദ്ധതിയാണ് മിഷൻ മോഡ് പ്രൊജക്റ്റ് MMP. നിലവിൽ 31 മിഷൻ മോഡ് പ്രോജക്റ്റുകളാണ് NEGPയിൽ ഉൾപ്പെടുന്നത്. മിഷൻ മോഡ് പദ്ധതികളെ പ്രധാനമായും നമുക്ക് തരംതിരിക്കുന്നത് 3 ആയിട്ടാണ്. ഒന്ന് സെൻട്രൽ MMPS, അടുത്തത് സ്റ്റേറ്റ് MMPS, അടുത്തത് ഇൻറ്റഗ്രേറ്റഡ് MMPS. ഓക്കെ, അപ്പോൾ മിഷൻ മോഡ് പദ്ധതികളെ പ്രധാനമായിട്ടും എത്രയായിട്ടാണ് തരംതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 3 ആയിട്ടാണ്. ഒന്ന് സെൻട്രൽ MMPS, സ്റ്റേറ്റ് MMPS, ഇൻറ്റഗ്രേറ്റഡ് MMPS. ഓരോ സംസ്ഥാന ഗവൺമെന്റിനും അവരുടെ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി പ്രത്യേക 5 MMPകളെ നിർവചിക്കാം. ഇ ഗവേണൻസ് പ്രോജക്റ്റുകൾക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രയോജനങ്ങൾ ഉറപ്പാക്കുന്ന സംരംഭങ്ങളാണ് ഈ പ്രമാണം, അതേപോലെ തന്നെ ജീവൻ ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് പറയാനുള്ള സംഭവങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും, അതായത് ഈ പറയുന്ന വിഷൻ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായിട്ട് ഏതാണെന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ NEGPയുടെ പൂർണ്ണ രൂപം അതെങ്കിലും ഓർത്തു വയ്ക്കുക, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്നുള്ളതാണ്. ഇത് എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് നിലവിൽ വന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. എന്നാണ് ഈ പറയുന്ന സംഭവം നിലവിൽ വന്നത് 2006 മെയ് 18 ഓർത്തു വയ്ക്കുക. അപ്പോൾ അത്രയെങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. സാമൂഹിക വൽക്കരണത്തിൻ്റെയും പങ്കാളത്തിൻ്റെയും പ്രവർത്തനം, സംയോജനത്തിൻ്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. സാമൂഹിക വൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം, അതേപോലെ സംയോജനത്തിൻ്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം. ഓപ്ഷൻ നോക്കിയ മക്കളെ, 1ഉം 2ഉം മാത്രം, 3 മാത്രം, 1ഉം 3ഉം മാത്രം. ഏതാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 8 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 8 എണ്ണമാണുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. നിലവിൽ ഇന്ത്യയിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 2023 മെയ് 15 കണക്ക് പ്രകാരം 6 ദേശീയ പാർട്ടികളാണ് നിലവിലുള്ളത്. ദേശീയ പാർട്ടികളായി അംഗീകരിക്കാൻ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നും പോൾ ചെയ്ത് സാധുവായ വോട്ടിന്റെ 6% നേടിയിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നോ 4 ലോക്സഭാ സീറ്റുകൾ നേടിയിരിക്കണം. അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2% സീറ്റുകൾ നേടിയിരിക്കണം. ഇതും ഏതെങ്കിലും 3 സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കണം. അല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിച്ചിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിനെ എന്തായിട്ട് കണക്കാക്കുകയുള്ളൂ? ദേശീയ പാർട്ടിയായിട്ട് കണക്കാക്കുകയുള്ളൂ. സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കാൻ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതത് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത് സാധുവായ വോട്ടിന്റെ 6% നേടിയിരിക്കണം. കൂടാതെ 2 നിയമസഭാ സീറ്റുകൾ നേടിയിരിക്കണം. അല്ലെങ്കിൽ അതത് സംസ്ഥാനത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത് അസാധുവായ വോട്ടിന്റെ 6% നേടിയിരിക്കണം. കൂടാതെ 1 ലോക്സഭാ സീറ്റെങ്കിലും നേടിയിരിക്കണം. സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ സീറ്റുകളുടെ 3% സീറ്റുകളിലെ വിജയം അല്ലെങ്കിൽ 3 സീറ്റുകളിലെ വിജയം ഏതാണോ കൂടുതൽ അത് നേടിയിരിക്കണം.
അതുമല്ലെങ്കിൽ അതത് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള ലോക്സഭാ സീറ്റുകളിൽ 25 എണ്ണത്തിൽ 1 എന്ന രീതിയിലുള്ള വിജയം നേടണം. അതുമല്ലെങ്കിൽ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത സാധുവായ വോട്ടിന്റെ 8% നേടിയിരിക്കണം. ഇത്രയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ എന്തായിട്ട് പ്രഖ്യാപിക്കും? സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ അതിനെ എന്തായിട്ട് പ്രഖ്യാപിക്കും? ദേശീയ പാർട്ടിയായിട്ടും പ്രഖ്യാപിക്കും. അങ്ങനെ നിലവിലുള്ള ദേശീയ പാർട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 2023 മെയ് 15 കണക്ക് പ്രകാരം 6 എണ്ണമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ഏതൊക്കെയാണ് നിലവിലെ ദേശീയ പാർട്ടികൾ എന്ന് ചോദിച്ചാൽ ബഹുജൻ സമാജ് പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, നാഷണൽ പീപ്പിൾസ് പാർട്ടി, ആം ആദ്മി പാർട്ടി. അങ്ങനെ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നിലവിലെ ദേശീയ പാർട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ബഹുജൻ സമാജ് പാർട്ടി, അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അതേപോലെ തന്നെ നാഷണൽ പീപ്പിൾസ് പാർട്ടി, അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടി. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നിലവിലെ ദേശീയ പാർട്ടികൾ എന്ന് ചോദിച്ചാൽ ബഹുജൻ സമാജ് പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, നാഷണൽ പീപ്പിൾസ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ചേർത്തിട്ടില്ല, അപ്പോൾ അതൊന്ന് നിങ്ങൾ ആഡ് ചെയ്തോ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അങ്ങനെ 6 ദേശീയ പാർട്ടികളാണ് നിലവിലുള്ളത്. ഒന്നുകൂടി പറയാം: ബഹുജൻ സമാജ് പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, നാഷണൽ പീപ്പിൾസ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി. ഓക്കെ, ഇനി രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ചിഹ്നങ്ങളുമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1885 പാർട്ടി രൂപീകൃതമായത്. നമുക്കറിയാം, ഡിസംബർ 28. അവരുടെ ചിഹ്നമാണ് കൈപ്പത്തി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 സ്ഥാപിതമായി. എന്താണ് അവരുടെ ചിഹ്നം എന്ന് ചോദിച്ചാൽ കൈപ്പത്തിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 1925 അരിവാളും അതേപോലെ തന്നെ നെൽക്കതിരും. ഓക്കെ, ഇനി അടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണെങ്കിൽ 1964 അരിവാൾ ചുറ്റിക നക്ഷത്രം. ഭാരതീയ ജനതാ പാർട്ടി 1980 താമരയാണ് ഭാരതീയ ജനതാ പാർട്ടി. ബഹുജൻ സമാജ് പാർട്ടി 1984 അവരുടെ ആനയാണ്. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് 1998 പൂവും അതേപോലെ തന്നെ പുല്ലുമാണ്. ഇനി നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി 1999 ക്ലോക്കാണ്. ആം ആദ്മി പാർട്ടി 2012 ചൂലാണ്. നാഷണൽ പീപ്പിൾസ് പാർട്ടി 2013 പുസ്തകമാണ് അവരുടെ നിലവിലത്തെ ചിഹ്നം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ SCRT ഫാക്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ജനാധിപത്യ പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ജനാധിപത്യ പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഒരു പ്രത്യേക ശാസ്ത്ര കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയും രാഷ്ട്രീയാധികാരം നേടുന്നതിനായി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനകളെയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും രാഷ്ട്രീയാധികാരം നേടിയെടുക്കുന്നതിനായി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനകളെയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ചുമതലകളാണ്: ഗവൺമെന്റിന്റെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു, പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നു, രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തുന്നു, തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടികൾ ഗവൺമെന്റ് രൂപീകരിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്ത പാർട്ടികൾ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നു, ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് പ്രവർത്തിക്കുന്നു, വിവിധ നയങ്ങളും പരിപാടികളും മുന്നോട്ടേക്ക് വയ്ക്കുന്നു. ഇതൊക്കെയാണ് നിലവിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക. ഓരോ രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക, അതായത് ഇലക്ഷൻ മാനിഫെസ്റ്റോ പുറത്തിറക്കാറുണ്ട്. പാർട്ടിയുടെ പ്രാദേശിക, ദേശീയ, അന്തർദേശീയ വിഷയങ്ങളിലെ നിലപാടുകളും അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളും പദ്ധതികളുമാണ് ഇതിൽ ഉൾപ്പെടുന്ന ലഘുലേഖ. ജനാധിപത്യ പ്രക്രിയയിൽ ഏതു വ്യക്തിക്കും രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. അതായത് എന്തൊക്കെയാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്, ഇവയുടെ ആശയങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുള്ള രാജ്യം ഇന്ത്യയാണ്. രാഷ്ട്രീയ പാർട്ടിക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിലവിൽ 6 ദേശീയ പാർട്ടികളാണ്
ഇവിടെ ഉള്ളത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ബഹുജൻ സമാജ് പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, നാഷണൽ പീപ്പിൾസ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം വരുന്നത് നമുക്ക് നോക്കാം. ഏതാണ് അടുത്ത ചോദ്യം എന്നുള്ളത്? ആദിവാസികൾക്കും അതേപോലെ തന്നെ എന്താണ് നിലവിൽ നോക്കാട്ടോ, അതല്ല ചോദ്യം, ഒരു ചോദ്യം കൂടി അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അടുത്ത ചോദ്യമാണ്, COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരെന്താണ്? അപ്പോൾ COVID-19 പാൻഡമിക് വന്ന സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് താഴെ പറയുന്നവയിൽ ഏതാണ്? ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. ഓക്കെ, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജനയാണ് ആ സമയത്ത് വന്ന പദ്ധതി എന്ന് പറയുന്നത്. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം തൊഴിൽ സൃഷ്ടിക്കുന്നതിനും COVID-19 പാൻഡമിക് സമയത്ത് തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് ആത്മനിർഭർ റോസ്ഗാർ യോജന, ABRY എന്നുള്ളത് ഓർത്തു വയ്ക്കുക. എംപ്ലോയ്മെന്റ് പ്രൊവിഡൻസ് ഫണ്ട് ഓർഗനൈസേഷൻ EPFO വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന നടപ്പിലാക്കിയത് 2020 ഒക്ടോബർ 1 പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന സ്കീം ആരംഭിച്ചത് 2016 ഓഗസ്റ്റ് 9. നോഡൽ ഏജൻസി തൊഴിൽ മന്ത്രാലയം, എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുക, തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ നൽകുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഉയർന്ന കാര്യക്ഷമതയുള്ള സോളാർ PV മൊഡ്യൂളുകൾ നിർമ്മിക്കുന്നതിലൂടെ പുനരുപയോഗ ഊർജ മേഖലയിൽ ഇറക്കുമതി ആശ്രയത്വം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുമിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം എന്ന് പറയുന്നത്. പദ്ധതി ആരംഭിച്ചത് 2016 ഏപ്രിൽ 5 സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം പദ്ധതി ആരംഭിച്ചത്. നിർമ്മാണം, വ്യാപാരം, സേവന മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന പട്ടികജാതി പട്ടികവർഗ വനിതാ സംരംഭകർക്ക് 10 ലക്ഷം മുതൽ 1 കോടി വരെയാണ് ബാങ്ക് വായ്പ നൽകുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരാണ് ആത്മനിർഭർ റോസ്ഗാർ യോജന എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60 നിന്നും 50 കുറച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജാർഖണ്ഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ജാർഖണ്ഡ് ആണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60 നിന്നും 50 കുറിച്ച സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ജാർഖണ്ഡ്. വിധവ പുനർവിവാഹം പ്രോത്സാഹന പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജീവിത പങ്കാളിയുടെ മരണശേഷം സമൂഹത്തിൽ തനിച്ചാകുന്ന സ്ത്രീകൾക്ക്, അതായത് സർക്കാർ ജീവനക്കാരനോ പെൻഷൻകാരനോ ആദായ നികുതി ദായകനോ അല്ലാത്ത ആളുകളാണെങ്കിൽ 2 ലക്ഷം രൂപ സർക്കാർ പ്രോത്സാഹനമായി നൽകുന്നു. ഓക്കെ, അപ്പോൾ ജീവിത പങ്കാളിയുടെ മരണശേഷം സമൂഹത്തിൽ തനിച്ചാകുന്ന സ്ത്രീകൾക്ക് 2 ലക്ഷം രൂപ സർക്കാർ പ്രോത്സാഹനമായി നൽകുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ട്രാൻസ് നാഷണൽ പവർ പ്രൊജക്റ്റാണ് ഗോഡ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. രാജ്യത്ത് ഏറ്റവും PVTG കൂടുതൽ യൂണിറ്റ് ഉള്ള സംസ്ഥാനമാണ് ഒഡീഷ എന്ന് പറയുന്നത്. പാർഷ്യലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിനെയാണ് PVTG എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. മനുഷ്യക്കടത്ത് തടയുന്നതിന്, വാണിജ്യ ലൈംഗിക ചൂഷണത്തിന് ഇരയായവരെ രക്ഷപ്പെടുത്തുന്നതിനും
പുനരധിവസിപ്പിക്കുന്നതിനും അതേപോലെ സ്വദേശത്ത് കൊണ്ടുപോകുന്നതിനുള്ള വനിതാ ശിശു മന്ത്രാലയത്തിന്റെ പദ്ധതിക്ക് പറയുന്ന പേരാണ് ഉജ്ജ്വല പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യക്കടത്ത് തടയുന്നതിനും വാണിജ്യ ലൈംഗിക ചൂഷണത്തിന് ഇരയായവരെ രക്ഷപ്പെടുത്തുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും സ്വദേശത്ത് കൊണ്ടുപോകുന്നതിനുമുള്ള വനിതാ ശിശു മന്ത്രാലയത്തിന്റെ പദ്ധതിക്ക് പറയുന്ന പേരാണ് ഉജ്ജ്വല പദ്ധതി. ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ആദിവാസി വിഭാഗങ്ങളുടെ വികസനത്തിനും ഉന്നമനത്തിനും 2023-24 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി PVTG. അതായത് പർട്ടിക്കുലറി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. സുരക്ഷിതമായ പാർപ്പിടം, ശുദ്ധമായ കുടിവെള്ളം, ശുചിത്വം, വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാരം, മെച്ചപ്പെട്ട റോഡ്, ടെലികോം കണക്ടിവിറ്റി, സുസ്ഥിരമായ ഉപജീവന സാധ്യതകൾ തുടങ്ങിയ ആവശ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ദുർബല ആദിവാസി സമൂഹങ്ങളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കി അടിസ്ഥാന സൗകര്യങ്ങളോടെ വ്യക്തിഗത അവകാശങ്ങളും വാസസ്ഥലങ്ങളും PVTG കുടുംബാംഗങ്ങളെ പൂരിതമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് PM ജൻമൻ പദ്ധതി എന്ന് പറയുന്നത്. PM ജൻമൻ പദ്ധതി. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ദുഷ്കരമായ സാഹചര്യങ്ങളിലൂടെ സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിതം നയിക്കാനും പുനരധിവാസത്തിനും വേണ്ടിയുള്ള കേന്ദ്ര പദ്ധതിയാണ് സ്വതർ ഗൃഹ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ഇരയായ സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിതം നയിക്കാനും പുനരധിവാസത്തിനും വേണ്ടിയുള്ള കേന്ദ്ര പദ്ധതിയാണ് സ്വതർ ഗൃഹ പദ്ധതി. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും സൗകര്യപ്രദവുമായ താമസ സൗകര്യം, അവരുടെ കുട്ടികൾക്ക് ഡേ കെയർ സൗകര്യം നഗരങ്ങളിലോ അർദ്ധനഗരങ്ങളിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തൊഴിലവസരമുള്ള ഗ്രാമപ്രദേശത്തോ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പദ്ധതി വന്നു. ആ പദ്ധതിയുടെ പേരാണ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും സൗകര്യപ്രദവുമായ താമസ സൗകര്യം, അവരുടെ കുട്ടികൾക്ക് ഡേ കെയർ സൗകര്യം, അത് നഗരങ്ങളിലാണെങ്കിലും അർദ്ധനഗരങ്ങളിലാണെങ്കിലും സ്ത്രീകൾക്ക് തൊഴിലവസരമുള്ള ഗ്രാമപ്രദേശത്താണെങ്കിലും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പദ്ധതിക്ക് പറയുന്ന പേരാണ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഷെയർ, ഇത്രയും ഇല്ലാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇത് ഉപകാരപ്രദമായ ക്ലാസ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം പക്ക സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാക്സിമം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ SCRT, NCRT, അതേപോലെ തന്നെ റഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ, ഗവൺമെൻറ് സൈറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ക്ലാസ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മൊത്തമായി കണ്ട് അത് പഠിച്ച് അതേപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ട് ഉൾപ്പെടെ വായിച്ച് അതിനുശേഷം ക്വസ്റ്റ്യൻ ബോർഡിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രിലിംസ് നിങ്ങളുടെ ഉറപ്പായിട്ടും പാസ്സായിട്ടിരിക്കും. അതേപോലെ വരുന്ന എല്ലാ PSC എക്സാമുകളും 2025 നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, റിവിഷൻ ചെയ്യുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വരുന്ന ദിവസങ്ങളിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള പഠനങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.